അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇൻഷാ അല്ലാഹ് നമ്മളിൽ പലരും പല വിഷമങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് അല്ലേ? അല്ലാഹു തആല എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റി സന്തോഷം തരുമാറാകട്ടെ. ആമീൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിമഹത്തായ 2 ദിക്റുകളെ കുറിച്ചാണ്. ഒന്നാമത്തെ ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്ന ദിക്റാണ്. അത് 100 പ്രാവശ്യം മുടങ്ങാതെ ഓതുന്നത് നല്ലത് തന്നെ. പക്ഷേ ചില പ്രത്യേക ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് ആ കാര്യം നിറവേറ്റി കിട്ടുവാൻ 313 പ്രാവശ്യം വീതം 3ഓ 7ഓ ദിവസം ഓതുക, അല്ലെങ്കിൽ 11 ദിവസം. അങ്ങനെ ഓതിയാൽ അത്ഭുതങ്ങളുടെ കലവറ തന്നെ തുറന്നു കിട്ടും. ഇതിനു പ്രത്യേകം ഇജാസത്തുള്ള മഹാനായിരുന്നു തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ. പരേതനായ അദ്ദേഹത്തെ വിജയിച്ച മഹാന്മാരുടെ കൂട്ടത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിങ്ങൾ ആത്മാർത്ഥമായി 3 ദിവസം അല്ലെങ്കിൽ 7ഓ 11ഓ ദിവസം ഈ ദിക്ർ ചൊല്ലി നോക്കൂ. തീർച്ചയാണ് നിങ്ങൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ച ഹലാലായ കാര്യം, ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ദിക്ർ യാ വഹാബ് എന്ന ദിക്റാണ്. ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം വീണ്ടും സുജൂദ് ചെയ്ത് 7 പ്രാവശ്യം ഓതിയാൽ കടങ്ങൾ തീർന്നു കിട്ടും. അതുപോലെ ബുദ്ധിമുട്ട് കൊണ്ട് വലയുന്നവൻ തുറസായ സ്ഥലത്ത് വെച്ച് കൈകൾ ഉയർത്തി 100 പ്രാവശ്യം ഓതി ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് നിറവേറുക തന്നെ ചെയ്യും. ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അതുപോലെ തന്നെയാണ് സൂറത്ത് ഫത്തഹ് ദിനം പ്രതി ഓതുക. ഏതൊരു വിഷമഘട്ടത്തിലും സൂറത്ത് ഫത്തഹ് ഓതിയാൽ ആ കാര്യം നിറവേറുക തന്നെ ചെയ്യും. പക്ഷേ ഓതുമ്പോൾ മനസ്സറിഞ്ഞ് തന്നെ ഓതുക. നമ്മൾ ഓതുന്ന ദിക്റുകളും സ്വലാത്തുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ തെറ്റിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കണം. പരദൂഷണം പറയാനോ അത് കേൾക്കാനോ നിൽക്കരുത്. കുശുമ്പ്, അസൂയ മനസ്സിൽ നിന്നും പിഴുതെറിയണം. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവുമായി മാത്രം പങ്കുവയ്ക്കുക. ഒരു വിഷമഘട്ടം ജീവിതത്തിൽ വന്നാൽ നമ്മൾ നമസ്കരിക്കാതെയും ഓതാതെയും ഇരിക്കരുത്. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. തീർച്ചയാണ് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ പല വേദനകളും തന്ന് പരീക്ഷിക്കും. അതിനെയെല്ലാം മറികടന്ന് നാം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നാം നമസ്കരിക്കാതെയും ഓതാതെയും ഇരിക്കുകയല്ല വേണ്ടത്. ഞാൻ ഇത്രയും നമസ്കരിച്ചിട്ടും ഓതിയിട്ടും എനിക്ക് മാത്രം എന്തേ ഇത്ര വേദന അള്ളാഹു തന്നു, അതുകൊണ്ട് ഞാൻ ഇനി നമസ്കരിക്കുന്നില്ല, ഓതുന്നില്ല എന്ന് കരുതരുത്. ഒരുപാട് പേർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ മനസ്സിലെ വിഷമങ്ങൾ എന്താണെന്ന് നാഥാ നിനക്ക് മാത്രമേ അറിയാവൂ. നിമിഷ നേരം കൊണ്ട് ആ വിഷമങ്ങളെല്ലാം തുടച്ച് നീക്കുവാൻ കഴിവുള്ളവനാണ് നാഥാ നീ. ഭർത്താവ് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് വന്നു. അള്ളാഹുവേ, അവരുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം തുടച്ച് നീക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതി ആ കൂടപ്പിറപ്പിന് വേണ്ടി ദുആ ചെയ്യണേ. നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇന്ന് പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. നാളെ നമ്മയും അവരെയും ഒത്തൊരുമിപ്പിക്കണേ നാഥാ. മാറാ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ നാഥാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.